ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇനി നമ്മളിവിടെ ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. അതിനിതാ ആവശ്യമായിട്ടുള്ള നമ്മൾ ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ജാറിലോട്ട് നമുക്ക് ഇതാ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് 4 ഏലക്കായ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഇതായി പൊടിച്ചെടുത്തതിലേക്ക് നമുക്ക് 2 മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കണേ. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു വേറെ ബൗളിലേക്ക് നമുക്കിതാ ഇതിനാവശ്യമായിട്ടുള്ള 2 കപ്പ് മൈദയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. പിന്നെ 1 കപ്പ് റവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 കപ്പ് ഇതാ റവയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. നല്ലോണം ഒന്ന് ആ പൊടി എല്ലാം കൂടെ ഒന്ന് കൂട്ടി ഒന്ന് മിക്സ് ചെയ്യട്ടോ. ഇത് അതിലോട്ട് കുറച്ചൊരു നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ. പിന്നെ ഇതാ നമ്മൾ ഈ മുട്ടൻ്റെ ബാക്ക് ഇതുണ്ടല്ലോ അത് അടിച്ച് വെച്ചതാ ഈ പൊടികളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ചപ്പാത്തിനാട്ടിലും ഒന്നുകൂടി ടൈറ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇത് അവിടെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലോട്ട് കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഈ മാവൊന്ന് നല്ലോണം ഒരു പാത്രത്തിൽ പരത്തി കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് ഇതാ നല്ലോണം ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി കനത്തിലാണ് കേട്ടോ. ഇതാ നമുക്ക് ഈ ഷേപ്പിലൊന്ന് ഇത് ഒന്ന് കത്തി കൊണ്ടൊന്ന് വെട്ടി കൊടുക്കാമേ. ഈ ഷേപ്പിലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോ കഷ്ണം എടുത്തിട്ട് ഇതാ ഇതിന് നടുക്കൊന്ന് കീറി കൊടുക്കട്ടോ. നമുക്ക് ഒന്ന് അടർത്തി കൊടുക്കട്ടോ. വെട്ട് കേക്ക് ഇതാ എല്ലാം ഞാൻ അങ്ങനെ അടർത്തി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇവിടെ സാധാ ഓയിലാണ് കേട്ടോ ഉപയോഗിച്ചത്. അത് നല്ലോണം വെട്ടി തിളച്ച് വരണം കേട്ടോ. ആ ടൈം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നല്ലോണം എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് ഇതാ ഞാൻ ഓരോ കഷ്ണമായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇളക്കാനൊന്നും പോകണ്ട കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അത് തന്നെ പൊങ്ങി ഇങ്ങോട്ട് വരും കേട്ടോ. അത് ഒരു ഭാഗം കുക്കാകുമ്പോൾ തന്നെ ഇതാ എല്ലാം ഇതാ ഇങ്ങോട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാണ്ട് ഇങ്ങനെ ഇതാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം അതേ രീതിക്ക് നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. ആ ഷേപ്പിൽ വരുവേ. ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. കണ്ടോ നല്ല അടിപൊളിയായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന വെട്ട് കേക്കിൻ്റെ അതേ എല്ലാ രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പുറമെ നല്ല റവ കെട്ടുകൊണ്ട് നല്ല മൊരിച്ചിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടേ. ഇതാ ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. ഇതാ അത് കണ്ടോ ഒക്കെ നല്ലോണം ഒന്ന് പൊന്തി വരും. അതിനെ നമ്മൾ എടുത്ത് ഇളക്കേണ്ടിയൊന്നും ആവശ്യമില്ല കേട്ടോ. പൊങ്ങി വന്നതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് ഒന്ന് കുക്കാക്കി എടുത്താൽ മതിയാവും കേട്ടോ. ഇതാ കണ്ടോ അതിൻ്റെ ഉള്ളൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പുറമെ നല്ല മൊരിച്ചിലും ആയിട്ടും വന്നിട്ടുണ്ട്. നമ്മൾ റവ കെട്ട ഇതുകൊണ്ടാണ് കേട്ടോ. കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും അതേ രീതിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ രണ്ടാമത്തോടെ ഒന്ന് പൊരിച്ച് കോരി എടുക്കുന്നുണ്ടേ. അടിപൊളി കേക്കാണ് കേട്ടോ. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ഇതാ നമ്മൾ അടിപൊളി വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിക്കൊരു വെട്ട് കേക്ക് ആണ് കേട്ടോ. ഇതാ നമ്മളിങ്ങനെ നടുക്ക് വരിഞ്ഞൊക്കെ കൊടുത്തപ്പോൾ അതാ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ടേ. ഇനി അടുത്ത റെസിപ്പിയായിട്ട് വരും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.